സംസ്ഥാനത്ത് സൈലന്റ് കില്ലറായി മാറുകയാണ് എലിപ്പനി. സമീപകാലത്തെ ഏറ്റവും ഉയർന്ന എലിപ്പനി മരണക്കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം ഇതുവരെ 121 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഇതിനു പുറമെ 102 പേരുടെ മരണം എലിപ്പനി മൂലമെന്ന് സംശയിക്കുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയും എലിപ്പനിയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണവും താഴെത്തട്ടിൽ പാളി എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ കണക്കുകൾ. ജൂണിൽ 18 പേരും ജൂലൈയിൽ 27 പേരും ഓഗസ്റ്റ് 21 വരെ 23 പേരും എലിപ്പനി ബാധിച്ച് മരിച്ചു. എക്കാലത്തെയും ഉയർന്ന എലിപ്പനി കണക്കാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. 1916 പേർക്ക് രോഗബാധ, 1565 പേർക്കാണ് എലിപ്പനി സംശയിച്ചത്. 121 മരണം സ്ഥിരീകരിച്ചപ്പോൾ 102 മരണം സംശയപ്പട്ടികയിൽ. ഇതെത്ര ഉയർന്ന കണക്കാണെന്ന് മനസ്സിലാകണമെങ്കിൽ മുൻ വർഷങ്ങളിലെ കണക്കുകൾ കൂടി പരിശോധിക്കണം. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ 831 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. 39 മരണം സ്ഥിരീകരിച്ചു. 2022 2482 പേർക്ക് രോഗം ബാധിച്ചു എങ്കിൽ 121 മരണം സ്ഥിരീകരിച്ചു. സംശയ പട്ടികയിലെ മരണങ്ങൾ കൂടി ചേർത്താൽ 2021 മുതൽ 822 പേരാണ് എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. പ്രളയമുണ്ടായ 2018 പോലും സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 32 പേർ മാത്രമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. 14 പേരായിരുന്നു പ്രളയം ആവർത്തിച്ച 2019 എലിപ്പനി കാരണം മരണമടഞ്ഞത്. എലിപ്പനിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗവും ചികിത്സയും ഒക്കെ ഉണ്ട്. എന്നിട്ടും രോഗക്കണക്ക് ഉയരുന്നതിൻ്റെ കാരണം താഴെത്തട്ടിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും നിരീക്ഷണത്തിലുമുള്ള പോരായ്മ തന്നെയാണ്. ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യമായി ഉണ്ടായില്ല. ഇതിനു പുറമെ പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ കഴിക്കാനുള്ള നിർദ്ദേശം ഫലപ്രദമായി ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്ന പരിശോധനയും നടന്നില്ല. ഇത് അടിയന്തരമായി പരിശോധിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. പല കേസുകളിലും എലിപ്പനി സ്ഥിരീകരിക്കുന്നത് രോഗി അതിഗുരുതരാവസ്ഥയിൽ എത്തുമ്പോഴാണ്. അതായത് ആശുപത്രികൾ വെച്ചായിരിക്കും മിക്കവാറും എലിപ്പനിയാണ് രോഗം എന്ന് സ്ഥിരീകരിക്കുന്നത്. എലിപ്പനി ബാധിച്ചാൽ വളരെ വേഗം ആന്തരിക അവയവങ്ങളെ ബാധിക്കും. അതിനാൽ നേരത്തെ രോഗം കണ്ടെത്തണം. സൈലന്റ് കില്ലറാണ് എലിപ്പനി. പ്രതിരോധിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും നിർണായകം.